പീനട്ട് ചട്നി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിന് തോല് കളഞ്ഞെടുക്കണം. കയ്യിൽ ഒരു 4 കാഷ്യൂ നട്ട്, ഒരുപാട് വെള്ളം ചേർക്കേണ്ട, കടുക് വറുത്തിടണം. ഇത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതേസമയം ഈസിയായി നമുക്ക് തയ്യാറാക്കാവുന്ന പീനട്ട് ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പീനട്ട് ചട്നി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് കപ്പലണ്ടിയാണ്. ആദ്യം തന്നെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചൂടായിരിക്കുന്ന പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. റോസ്റ്റ് ചെയ്തെടുത്ത കപ്പലണ്ടി നമ്മളിതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തോല് കളഞ്ഞെടുക്കണം. കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരുമ്മി കൊടുത്താൽ തോല് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. കപ്പലണ്ടി തോലൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ കപ്പിൽ 1 കപ്പ് കപ്പലണ്ടിയാണ് എടുത്തത്. അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളി, 4 കാഷ്യൂ നട്ട്, 5 വറ്റൽ മുളക്, ആവശ്യത്തിന് ഉപ്പ്. ഇതിൽ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടിയായിട്ടാണ് ഈ ചട്നി ഉണ്ടാകുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചട്നി ഇതാ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടണം. അതിനായി ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള പീനട്ട് ചട്നി ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നവരെ എല്ലാവർക്കും ബൈ.